السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയനായ അധ്യക്ഷൻ, ബൈത്ത് സക്കാത്ത് കേരളയുടെ ചെയർമാൻ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, വേദിയിൽ നമ്മോടൊപ്പം ഈ മഹത്തായ കർമ്മത്തിന് സാക്ഷികളായി ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ വിശിഷ്ട അതിഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ബൈത്ത് സക്കാത്ത് കേരളയുടെ വിവിധ സംരംഭങ്ങളെ അടുത്തറിയാനുണ്ട്. അതിലൂടെ നിർവഹിക്കപ്പെടുന്ന സാമൂഹികവും ഇസ്ലാമികവുമായ ദൗത്യത്തിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കാനും സഹായകമായ ഒരു സന്ദർഭമായിട്ടാണ് ഈ സായാഹ്നം നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട അതിന്റെ തത്വത്തെ കുറിച്ചും ബൈത്ത് സക്കാത്ത് കേരള ആ തത്വത്തെ എങ്ങനെയാണ് ജീവിതങ്ങൾക്ക് നിറം നൽകാൻ ഉപകരിക്കുന്ന വിധം സംവിധാനിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി അത്യാവശ്യം ഇവിടെ ഇപ്പോൾ പ്രസക്തമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പറയുകയുണ്ടായി. ഈ പരിപാടിയുടെ സ്വഭാവം ഇതൊരു വലിയ പ്രഭാഷണപരമായ രീതിയിൽ നീണ്ടുപോകുന്ന ക്രമീകരണത്തിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സക്കാത്തിനെയും സക്കാത്തിന്റെ മറ്റ് അനുബന്ധ ചർച്ചകളെയും സംബന്ധിച്ച് വലിയ വിശദീകരണങ്ങളോ വിശകലനങ്ങളോ ഇവിടെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുഞ്ഞുനാൾ മുതൽ കേട്ട് ശീലിച്ചിട്ടുള്ള ഇസ്ലാമിലെ ഒരു ആരാധനാ കർമ്മമാണ്. ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നിടത്ത് എന്നല്ല, അത് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് അടിസ്ഥാനപരമായി തന്നെ ചില കാഴ്ചപ്പാടിന്റെ കുറവ് തുടക്കം മുതലേ ഉണ്ട് എന്ന് അതേക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു സക്കാത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. നമ്മൾ 5 നേരം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നമസ്കാരം അങ്ങനെ പതിവായി മുറ തെറ്റാതെ നിർവഹിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ആലോചിച്ച് ഗവേഷണം നടത്തി അതിന്റെ ചൈതന്യം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ എന്താണ് പഠിപ്പിച്ചത്? നമ്മുടെ മക്കളെ നമ്മൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഒട്ടുമിക്കപ്പോഴും ഈ കർമ്മങ്ങളുടെ ഇതിന്റെ കർമ്മശാസ്ത്രമാണ്. അനുഷ്ഠാനങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന അതിന്റെ ബാഹ്യമായ അതിന്റെ ആകാര വിശേഷങ്ങളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ സുജൂദ്, എഴുത്തിദാല്, ഖിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ്. അതേസമയം ഈ കർമ്മത്തിനൊരു ചൈതന്യമുണ്ട്, അതിന്റെ ഒരു റൂഹ്. അതിനെ സംബന്ധിച്ച് വളരെ അപൂർവം മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. ഇത് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ ബാധകമായ ഒരു പൊതുവായ ഒരു വിഷയമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്.
യഥാർത്ഥത്തിൽ ഇത് രണ്ടും പ്രധാനമാണ്. ഒന്ന് അതിന്റെ കർമ്മശാസ്ത്രമാണെങ്കിൽ മറ്റതിന് തസവുഫ് എന്ന് പറയണ്ട, ഇസ്ലാം പഠിപ്പിച്ച പ്രയോഗം തന്നെയുണ്ട്, അത് ഇഹ്സാൻ എന്നതാണ്. അപ്പൊ എന്താണ് ഇഹ്സാൻ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അവനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. ഇനി നീ അങ്ങോട്ട്, നമ്മളിപ്പോ ഒരു തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യുമ്പോൾ തൊഴിലുടമ അവിടെ ഉള്ള സന്ദർഭത്തിൽ ആ തൊഴിലാളിയുടെ ശ്രദ്ധയും ജാഗ്രതയും, അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് രംഗം വിടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന അലംഭാവവും അശ്രദ്ധയും മനുഷ്യ സഹജമായ ഒരു പ്രകൃതമാണ്. അപ്പൊ ഇവിടെ നിന്റെ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ എന്ന് തുടർന്ന് പറയുന്നുണ്ട്. ഞാൻ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ സൂചിപ്പിച്ചത്. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മങ്ങൾക്കൊക്കെ മൗലികമായ ഒരു ഉദ്ദേശമുണ്ട്. ഈ ആരാധനാ കർമ്മങ്ങൾ ഓരോന്നും പ്രതിഫലാർഹമായ അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങളായിരിക്കെ തന്നെ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ വിവാദത്തിന് ജീവിതം തന്നെ ജീവിതം നൽകിയവന് സമർപ്പിക്കുക. അതാണ് ജീവിതം നൽകിയത് ആരാണ്? ഈ വിഭവങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കിയത് ആരാണ്? മനുഷ്യനെ എല്ലാ അവസ്ഥയിലും ഓരോ സന്ദർഭത്തിൽ വേണ്ട അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ വിഭവങ്ങൾ നൽകി അവനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? അതാണ് റബ്ബ് എന്ന് പറയുന്നത്. അതേ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഞാൻ അത് വിശദീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഏരിയ സൂചിപ്പിച്ചത്. ഇങ്ങനെ ജീവിതം നൽകിയ, ഇപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഒരു കച്ചവടത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സ്വർഗം പകരം എന്ന നിലക്ക് മനുഷ്യൻ അവന്റെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് വിറ്റിരിക്കുന്നു എന്നാണ്. ധനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ധനം, നേരത്തെ ഷെയ്ഖ് സാഹിബിന്റെ സംസാരത്തിൽ അത് വന്നു. അപ്പൊ നേരത്തെ തന്നെ ഇത് അള്ളാഹുവിന്റെ ധനമാണ്, അത് അള്ളാഹുവിന് തന്നെ വിറ്റു. അള്ളാഹു നൽകിയ ശരീരമാണ്, അത് അള്ളാഹുവിന് തന്നെ കൊടുത്തു. അതിന് പകരം സ്വർഗം. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ കച്ചവടത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം? നിങ്ങൾ അതേക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നിയന്ത്രണത്തിലുള്ള രണ്ട് സംഗതി റബ്ബിന് കൊടുത്തിട്ട് റബ്ബിന്റെ കയ്യിൽ നിന്ന് സ്വർഗം പകരം വാങ്ങാൻ മാത്രം ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? കാരണം ശരീരം നേരത്തെ തന്നെ റബ്ബ് നൽകിയതാണ്. അവൻ അയച്ചപ്പോഴാണ് നമ്മൾ വന്നത്, അവൻ തിരിച്ചു വിളിക്കുമ്പോഴാണ് നമ്മൾ പോണത്. എത്ര മരിക്കാൻ ഒഴിവില്ലാത്ത തിരക്കിനടക്കും മരണത്തിന് നീണ്ടു നിവർന്ന് കിടന്നു കൊടുക്കേണ്ടി വരുന്നു ഏത് വമ്പനും. ഇത് കൺമുമ്പിൽ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ശരീരം അപ്പൊ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ അത് പടച്ചവന്റെ കൺട്രോളിലാണ്, നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ എന്റെ കണ്ണ്, കൈ, കാല് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സമ്പത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ എന്ന് ഖുർആൻ പറയുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിന്റെ ധനം. അപ്പൊ അള്ളാഹ് നൽകിയ ശരീരവും അള്ളാഹുവിന്റെ ധനവും അള്ളാഹ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഇടപാടിന് പകരമായിട്ട് അള്ളാഹ് സ്വർഗം തരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ശരീരം പടച്ചവൻ നമുക്ക് തന്നതാണെങ്കിലും മുഴുവൻ എല്ലാം അവന്റെ അനുഗ്രഹമാണെങ്കിലും അത് നമുക്ക് നമ്മുടെ കയ്യിൽ വന്ന ശേഷം, നമ്മുടെ അധീനതയിൽ വന്ന ശേഷം നമ്മുടെ ഇഷ്ടാനുസാരം പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമ് കാണുമ്പോൾ കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോവുക, ഹലാല് മാത്രമാണ് കാണുന്നതെങ്കിൽ കണ്ണിന് ഒരു കുഴപ്പമില്ലാതിരിക്കുക. ഇങ്ങനെയല്ല പടച്ചവൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് പടച്ചവൻ ഈ അവയവങ്ങളും ഈ അനുഗ്രഹങ്ങളും മുഴുവൻ തന്ന ശേഷം അത് എന്തിനും പ്രയോഗിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അത് നന്മയിൽ ഉപയോഗിച്ചാൽ, അവന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഉപയോഗിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്ന സ്വഭാവം. സമ്പത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. സമ്പത്ത്
പലിശ ഹറാമായതിൽ വിനിയോഗിക്കുന്നു, പലിശാധിഷ്ഠിതമായ ഇടപാടുകളിൽ വിനിയോഗിക്കുന്നു എങ്കിൽ അയാൾക്ക് ഗുണം പിടിക്കൂല. പകരം ഈ ഇസ്ലാമികമായ കാര്യത്തിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ധാരാളമായി വളരും. അങ്ങനെയല്ല നമ്മുടെ ഗവൺമെന്റിലുള്ളത്. അപ്പൊ സമ്പത്തും ശരീരവും നമ്മുടെ തന്നിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ, ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് തോന്നിപ്പോയി ഇതൊരു വല്ലാത്ത സ്വാതന്ത്ര്യമാണ് റബ്ബേ, എനിക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട. എന്റെ ശരീരം എന്റെ ഇഷ്ടമനുസരിച്ച് ഉപയോഗപ്പെടുത്താനും എന്റെ സമ്പത്ത് എന്റെ ഇഷ്ടമനുസരിച്ച് വിനിയോഗിക്കാനും എനിക്ക് നീ തന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ റബ്ബേ, അത് എനിക്ക് വേണ്ട. അത് ഞാൻ നിനക്ക് തന്നെ അങ്ങോട്ട് തിരിച്ചു തരാം. എനിക്ക് പകരം സ്വർഗം മതി. അതാണ് ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ. സമ്പത്തും ശരീരവും വിറ്റു എന്ന് പറയുമ്പോൾ അതിന്റെ സാക്ഷാൽ അർത്ഥം സമ്പത്തും ശരീരവും തന്നിഷ്ടമനുസരിച്ച് പ്രയോജനപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തന്നെ തിരിച്ചു കൊടുത്തു എന്നാണ്. അതിനാണ് നമുക്ക് സ്വർഗം കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിലേക്ക് തന്നെ തിരിച്ചു പോകാം. നമ്മൾ ഈ കർമ്മങ്ങളുടെ ഭാഗ്യമായ ആകാര വിശേഷങ്ങളെ സംബന്ധിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് പ്രധാനമാണ്. പക്ഷേ അതിന്റെ ചൈതന്യത്തെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. അതിന്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണോ അത് നിറവേറ്റപ്പെടണം. ഈ ഒരു അടിസ്ഥാനത്തിൽ ഇതൊരു ചെറിയ ആമുഖമാണ്. ഇത് എത്ര വേണമെങ്കിലും വികസിപ്പിക്കാം. ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ചക്കെടുത്തിട്ടുള്ളത് സക്കാത്തിനെ സംബന്ധിച്ചാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്നത്തെ വിഭവങ്ങളിൽ നിന്ന് അവർ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ സമൂഹത്തിൽ ആ സക്കാത്ത് അതിൻ്റെതായ അനുരണനങ്ങളും ചലനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ വരുമാന മാർഗങ്ങൾ മാറി. പക്ഷേ ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ ധനത്തിൽ നിന്ന് താങ്കൾ സ്വതക്ക അല്ലെങ്കിൽ സക്കാത്ത് സ്വീകരിക്കുക, വസൂലാക്കുക. അത് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ അടക്കുകയാണെങ്കിൽ അടച്ചോട്ടെ, ഖജനാവിൽ എന്നതല്ല ആ ഭാഷയുടെ തന്നെ. അതൊരു അധികാരമുള്ള ഒരു കേന്ദ്രം. ടാക്സ് ഒക്കെ അങ്ങനെയാണ്, നമ്മുടെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്നതാണോ? പലതരത്തിലുള്ള ടാക്സുകളും അതാത് ഗവൺമെന്റുകൾ അതാത് കാലത്ത് വസൂൽ ചെയ്യുന്നതിന് എന്തൊക്കെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതുപോലെ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി കണക്കെടുത്ത് ആരൊക്കെയാണ് എത്രയൊക്കെയാണ് നൽകേണ്ടത് എന്നതിന്റെ തോത് തീരുമാനിച്ച് വ്യവസ്ഥാപിതമായി ശേഖരണം നടത്തുന്ന, എത്ര വ്യവസ്ഥാപിതമായാണോ ശേഖരിക്കുന്നത് അതിനേക്കാൾ വ്യവസ്ഥാപിതവും ആസൂത്രിതവുമായി വിതരണവും നടക്കുന്ന അതൊരു വലിയ ഒരു പദ്ധതി. ഒരല്പസമയം നിങ്ങൾ അങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അപ്പൊ അത് വലിയ റിസൾട്ട് സമൂഹത്തിൽ ഉണ്ടാകും. അപ്പൊ ഇവിടെ ആ ആയത്തിൽ ഒന്ന് അത് വസൂലാക്കലാണ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ ആശയങ്ങളുണ്ട്. അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തത് അംവാൽ, മാൽ. എന്തിനാണ് ധനം എന്ന് അറബിയിൽ പറയുന്നത്? അറബി ഭാഷയിൽ ധനം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതിൽ സ്വർണം പെടുമോ? അതിൽ നാണ്യവിളകൾ പെടുമോ? അതിൽ കാർഷിക വിളകൾ പെടുമോ? അതിൽ നമ്മുടെ മറ്റ് നൂതനങ്ങളായ വരുമാന മാർഗങ്ങളൊക്കെ ധനം എന്ന ഗണത്തിൽ പെട്ടതാണോ? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പറ്റിയാണ് പറയുന്നത്. അത് നമ്മളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, പഴയ കാലത്ത് എഴുതപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ പുരോഗതിയുടെ വളർച്ചയുടെ തോതനുസരിച്ച് ഈ കാര്യങ്ങളെ അതിനോട് ചേർത്ത് വെച്ച് വീക്ഷണങ്ങൾ വ്യക്തത വരാത്ത അല്ലെങ്കിൽ കാര്യങ്ങളിൽ തീർപ്പുകളിൽ വ്യക്തതയില്ലാത്ത വശങ്ങളിൽ ഇജ്തിഹാദ് നടത്തി അങ്ങനെ കാലത്തോടൊപ്പം ഈ ഇസ്ലാമിക അധ്യാപനങ്ങളെ ചലിപ്പിച്ചു കൊണ്ടുപോവുക എന്നത് പണ്ഡിതന്മാരുടെ ദൗത്യമാണ്. പണ്ഡിതന്മാരുടെ ദൗത്യത്തിൽ നിന്ന് പണ്ഡിതന്മാർ പുറകോട്ട് പോവുകയോ സാഹചര്യത്തിന്റെ ചുറ്റുപാടുകളിൽ പണ്ഡിതോചിതമായി ആ ദൗത്യം അവർക്ക് നിർവഹിക്കാൻ കഴിയാതെ പോവുകയോ ചെയ്തിട്ട് ദീന് എന്ന് പറയുന്നത് ഒരു ചലനമറ്റ ഒരു സാധനമായി കെട്ടിക്കിടന്ന ഘട്ടത്തിൽ അതിനെ ചലനാത്മകമാക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. അല്ലാതെ ഇസ്ലാമിലെ നിലവിലുള്ള വ്യവസ്ഥാപിതമായ ഏതെങ്കിലും സംവിധാനത്തെ ദുർബലപ്പെടുത്താനോ ഇസ്ലാമിന് ഇന്നോളം പരിചയമില്ലാത്ത ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ഇസ്ലാമിന്റെ ചെലവിൽ അടിച്ചേൽപ്പിക്കുവാനോ രംഗത്ത് വന്ന പ്രസ്ഥാനമല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനാധ്യാപനങ്ങൾ അതിന്റെ ശരിയായ ഉദ്ദേശങ്ങളോടെ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ നാനാവിധങ്ങളായ പ്രയോജനങ്ങൾ ഈ ദുനിയാവിലും പിന്നെ ആഖിറത്തിലും, ഇത് രണ്ടും കൂടി ചേർന്നതാണ്. ഇഹലോകത്തെ പരലോകവുമായി മനോഹരമായി ബന്ധിപ്പിക്കുന്ന, രണ്ടിനെയും രണ്ടു വഴിയിൽ സഞ്ചരിക്കുന്ന രണ്ട് നേർരേഖകളായി കാണാതെ ഇതിനെ രണ്ടിനെയും മനോഹരമായി സമ്മേളിപ്പിക്കുന്ന, അങ്ങനെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്ന ഒരു ദുആ ഉണ്ടല്ലോ. അവിടെ ദുനിയാവിനൊരു സ്ഥാനമുണ്ട്, ആഖിറത്തിനൊരു സ്ഥാനമുണ്ട്. ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തിലേക്ക് ഉള്ള നമ്മുടെ കൃഷിയിടമാണ്. ഫഇന്ന ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്ന്
പറയപ്പെടുന്നത് ആ അർത്ഥത്തിലാണ്. ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ്. അപ്പൊ ഈ ഉദ്ദേശങ്ങൾ സഫലമാകുന്ന വിധം അള്ളാഹുവിന്റെ ഈ ജീവിത പദ്ധതിയെ, അതിലെ ഓരോ വകുപ്പിനെയും നമ്മൾ പ്രയോജനപ്പെടുത്തുക. അതിലെ സാമ്പത്തിക ശാസ്ത്രം തന്നെ, സാമ്പത്തിക വകുപ്പ് മാത്രം എടുത്ത് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പരിമിതികൾ ഉണ്ടാകും. സമഗ്രമായ ആ ദീനിനെ അതിന്റെ പൂർണ്ണ സ്വഭാവത്തിൽ ഒരു പ്രദേശത്ത് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഈ ദീന് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങൾ അള്ളാഹ് വിഭാവന ചെയ്തോ അത് മുഴുവനും നമുക്ക് ലഭ്യമാകും. അതാ ആ അടിസ്ഥാന ദൗത്യത്തിനാണ് ഇസ്ലാമിക പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ദുരാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ എന്തു പറഞ്ഞാലും നല്ല വ്യക്തികൾ നല്ല സമൂഹത്തെയും, നല്ല വ്യക്തികൾ നല്ല സിദ്ധാന്തങ്ങൾ നല്ല വ്യക്തികളെയും, നല്ല വ്യക്തികൾ നല്ല കുടുംബങ്ങളെയും, നല്ല കുടുംബം നല്ല സമൂഹത്തെയും, നല്ല സമൂഹം നല്ല രാഷ്ട്രത്തെയും ജന്മം കൊള്ളും എന്ന് പ്രമാണങ്ങളും ചരിത്രവും സാക്ഷ്യം ബുദ്ധിയും, പ്രമാണവും ചരിത്രവും ബുദ്ധിയും സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ആ ചരിത്രത്തിന്റെ പുനരാവർത്തനത്തിന് ജനാധിപത്യപരവും നിയമവിധേയവുമായ വഴികളിലൂടെ സമാധാനപരമായി ആശയ രൂപീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ മൂവ്മെന്റ് ആണ് ജമാഅത്തെ ഇസ്ലാം. പക്ഷേ ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ്ലാം ആയതുകൊണ്ട് ആ ഇസ്ലാം വെറും തിയറി മാത്രമല്ല, എത്ര കണ്ടത് തത്വമാണോ അത്രയും അത് പ്രയോഗവും കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇസ്ലാമികമായ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടർക്ക് ആ തത്വത്തിൽ നിന്നുകൊണ്ട് അതിന്റെ കർമ്മ പദ്ധതി, അതിന്റെ പ്രയോജനം സമൂഹത്തിന് കിട്ടണം എന്നുകൂടി തീരുമാനിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ബൈത്തുൽ സക്കാത്ത് കേരളയെ പോലെയുള്ള സംരംഭങ്ങൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനം രൂപം നൽകിയിട്ടുള്ളത്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ എടുത്തിട്ട് ഓതി നോക്കൂ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഈ ഗ്രന്ഥം ആർക്കാണ് പ്രയോജനം ചെയ്യുക? അപ്പൊ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ഈ വിമോചനത്തിന്റെ സ്കീം ആർക്കാണ് പ്രയോജനം ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്, ഒന്ന് അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാകണം, രണ്ട് നമസ്കാരം നിലനിർത്തണം, മൂന്ന് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യണം. അപ്പൊ ഇത് അപ്പോ ഈ ചെലവഴിക്കാനുള്ള ഒരു മനസ്ഥിതി എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ അല്ല, അടിസ്ഥാന ഗുണമാണ് എന്ന് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. ചെലവഴിക്കുക എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു മുഖമുദ്രയാണ്. അല്ലാതെ അങ്ങനെ ചെലവഴിക്കുന്നവരും ഉണ്ടാവാം എന്നല്ല, ചെലവഴിക്കുന്നവരെ ഉണ്ടാകാവൂ എന്നുള്ളതാണ്. അവർക്ക് ഈ ഖുർആൻ കൊണ്ട് ഹുദ കിട്ടൂ, സന്മാർഗം കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഖുർആനിനെ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെലവഴിക്കുന്നവർ ആയിരിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത് കൊടുക്കണം. 5 പൈസ 10 രൂപയാണുള്ളതിൽ നിന്ന് അതിൽ നിന്നൊരു 2.5 രൂപ, 10 രൂപയും കൊടുക്കുന്നവരുണ്ടാവും. അത്രത്തോളം പോകാൻ കഴിയില്ലെങ്കിൽ അതിൽ നിന്നൊരു 2.5 രൂപയെങ്കിലും കൊടുക്കുന്ന മനസ്സ്, ഉള്ളതിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, ഭൂമിയിലേക്ക് എല്ലാം സ്വന്തത്തിലേക്ക് ചുരുട്ടിക്കൂട്ടി വെച്ച് എല്ലാം കൂടി ആ ഭൂമി അത് ഈ ഭൂമിയിലേക്ക് ആണ്ടുകൊണ്ടുപോകുന്ന എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, നഫ്സിന്റെ ഒരു ഭൂമിയിലേക്ക് ആണ്ടുകൊണ്ട് പോകാനുള്ള ഒരു പ്രകൃതമുണ്ട് മനുഷ്യന്റെ മനസ്സിന്. നമ്മുടെ എക്കണോമിക്സ് എന്താ പഠിപ്പിക്കുന്നത്? ഞാനൊക്കെ ഡിഗ്രിക്ക് എക്കണോമിക്സ് പഠിച്ചതാണ്, MA BA ഇതൊക്കെ എക്കണോമിക്സ് പഠിച്ച ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, എന്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം? എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ അനിയന്ത്രിതമാണ്, പ്രകൃതിയിലെ വിഭവങ്ങൾ പരിമിതമാണ്. അപ്പൊ ഈ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് അനിയന്ത്രിതമായ ആവശ്യങ്ങളെ എങ്ങനെ പൂർത്തീകരിക്കാം, ഇതേക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടാണ് എക്കണോമിക്സ് പഠിപ്പിക്കാൻ തന്നെ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, വിഭവങ്ങൾ പരിമിതമാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ആർത്തി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വിഭവം ഇങ്ങനെ വർദ്ധിച്ചു വരില്ല, വിഭവങ്ങൾ പരിമിതമാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ? ആവശ്യങ്ങൾ അനിയന്ത്രിതമാണ്. അത് അങ്ങനെ തന്നെ ആവണം എന്ന് ആരാ ഇവരെ പഠിപ്പിച്ചത്? ഇസ്ലാം ചെയ്യുന്നത് എന്താണ്? വിഭവങ്ങൾ പരിമിതമാണെങ്കിൽ ആഗ്രഹാഭിലാഷങ്ങൾക്കും നിയന്ത്രണങ്ങൾ വെക്കണം. നേരത്തെ ഞാൻ തുടക്കത്തിൽ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. ഈ ചർച്ചയും ആ തിയറിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ
സർവതന്ത്ര സ്വതന്ത്രനായി ജീവിക്കാൻ പടച്ചവൻ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം പടച്ചവനെ തന്നെ തിരിച്ചു കൊടുത്തിട്ട്, പടച്ചവനെ നിനക്ക് വഴിപ്പെട്ട് നിന്റെ കൽപ്പനകൾക്ക് വിധേയമായി പെരുമാറിയതിന് കിട്ടുന്ന റിസൾട്ട് എന്തോ അത് മതി, അതിലാണ് രക്ഷ എന്ന് മനസ്സിലാക്കുന്നവരാണ് സത്യവിശ്വാസി. എന്ന് പറയുന്നത് അതിനെ പറ്റിയാണ്. ഈ നഫ്സിന്റെ ഈ ഭൂമിയിലേക്ക് ആണ്ടുകൊണ്ടു പോകാനുള്ള, എല്ലാം തന്നിലേക്ക് ചുരുട്ടിക്കൂട്ടി വെക്കാനുള്ള മനസ്സുണ്ടല്ലോ, ഇതിൽ നിന്നുള്ള വിമോചനം. അതുകൊണ്ട് അത് സക്കാത്തിലൂടെ മാത്രമല്ല, അത് ദാനധർമ്മങ്ങളിലൂടെയും ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദാനധർമ്മം ഇസ്ലാമിന്റെ ഒരു മുഖമുദ്രയും മുസ്ലിമിന്റെ മൗലിക ഗുണങ്ങളിലും അള്ള എണ്ണിയത് എന്ന് നമ്മൾ കാണണം. സക്കാത്ത് എന്ന് ഞാൻ ഇതിനെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സക്കാത്ത് എന്ന് പറയുന്നത് അറബി ഭാഷാപരമായി നമ്മൾ പരിശോധിച്ചാൽ രണ്ടർത്ഥമാണ് പ്രബലമായിട്ടുള്ളത് സക്കാത്തിന്. അറബി ഭാഷയിൽ എന്ന് പ്രയോഗിക്കാം, ഏത് വാക്കും പ്രയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ആ വസ്ത്രം ശുദ്ധീകരിച്ചു എന്നാണ് അപ്പോൾ ഭാഷയിൽ അതിനർത്ഥം. സക്ക എന്ന് പറയുന്നത് ശുദ്ധീകരിച്ചു, അതിൽ അഴുക്കുണ്ടായിരുന്നു, മാലിന്യമുണ്ടായിരുന്നു, കറയുണ്ടായിരുന്നു, അത് പോക്കി നീക്കി, അതിനെ പറ്റിയാണ് പറഞ്ഞത് സക്കൈതു ഹാദ സൗബ്. അതേസമയം എന്റെ കയ്യിൽ ഒരു മനുഷ്യൻ പറയാണ് സക്കൽ മാലു, കുറച്ച് പണം ഉണ്ടായിരുന്നു, ഒരു 50,000 ഉറുപ്പ ഉണ്ടായിരുന്നു, ഞാൻ അതൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് അറ്റം നെട്ടിയും കണ്ടില്ല, വീണ സ്ഥലവും കണ്ടില്ല എന്ന മട്ടിലായില്ല, അത് റിസൾട്ട് ഉണ്ടാക്കി. അപ്പൊ എന്തായി? സക്കൽ മാലു, ധനം വർദ്ധിച്ചു. അപ്പൊ സക്ക എന്ന് പറഞ്ഞാൽ അവിടെ വർധനവ് എന്നാണ് അർത്ഥം. ഈ രണ്ടും കൂടിയതാണ് സക്കാത്ത് എന്ന് അള്ളാഹ് വിഭാവന ചെയ്ത പദ്ധതി. അതുകൊണ്ട് ഇസ്ലാമിലെ സക്കാത്ത് സംരംഭം എന്ന് പറയുന്നത് കേവലം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ പരിമിതമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും ദാരിദ്ര്യ ഫുഖറാ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, മിസ്കീൻ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, ഗാരിമീൻ അഥവാ കടക്കാർ. ഞാൻ ആയത്തൊക്കെ ഓതി പറയാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ സക്കാത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഈ 3 കൂട്ടരുണ്ട്. ഈ 3 കൂട്ടരും ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. കടബാധിതരായ ആളുകൾ, മിസ്കീനുകൾ, ഫുഖറാക്കൾ. നേരെ മറിച്ച് സക്കാത്തിന്റെ അഹ്ലുകാരിൽ വേറെയും കുറെ കൂട്ടരുണ്ടല്ലോ. അതിൽ ഫീ സബീലില്ലയുണ്ട്, അതിൽ മുഅല്ലഫത്തുൽ ഖുലൂബുണ്ട്, അതിൽ ഇബ്നു സബീലുണ്ട്. അതൊക്കെ ദാരിദ്ര്യവുമായിട്ടല്ല അതിന് ബന്ധം. ഇസ്ലാമിക സമൂഹത്തിന്റെ ശാക്തീകരണത്തിന്റെ പല സാധ്യതകളുമായിട്ടാണ് അതിന് ബന്ധം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പ്രയോഗങ്ങളൊക്കെയും വിഭാവന ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഭാവനാപൂർവ്വം കാണാൻ. റസൂലുള്ളാഹിയുടെ കാലത്ത് ഈത്തപ്പനയുടെ തണ്ട് കൊണ്ടും ഈത്തപ്പനയുടെ ഓല കൊണ്ടും കെട്ടിയുണ്ടാക്കിയതായിരുന്നു പള്ളി. മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോഴും അവിടെ തന്നെയാണോ ഉള്ളത്? അല്ലല്ലോ, നമ്മൾ ഒരുപാട് പുരോഗമിച്ചില്ലേ. അള്ളാഹുവിന്റെ ഭവനം അഥവാ അഖീമുസ്സലാ എന്ന അള്ളാഹുവിന്റെ ആഹ്വാനം ഉൾക്കൊള്ളുന്നിടത്ത് ഇത്രയും സംവിധാനങ്ങൾ, ആധുനികങ്ങളായ സംവിധാനങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് സക്കാത്തിന്റെ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് അവരുടെ ബുദ്ധി പ്രയോഗിച്ചില്ല? നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന അറബ് രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയുടെ കാരണം, ലോകം തന്നെ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ എന്നല്ല ലോക മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പടച്ചവൻ ചൂണ്ടിക്കാണിച്ചു തന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ അവർക്കായില്ല എന്നതാണ്. അതുകൊണ്ട് സക്കാത്ത് എന്ന് പറയുന്നത് സംസ്കരണവും വളർച്ചയുമാണ്. കൊടുക്കുന്നവന്റെ സമ്പാദ്യത്തിൽ എവിടെ നിന്ന് എങ്ങനെ സമ്പാദിച്ചു എന്ന് ചോദിക്കും, എന്തിലൊക്കെ ചെലവഴിച്ചു എന്നും ചോദിക്കും. അത് കൃത്യമായിട്ട് മറുപടി പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ. ഇമിഗ്രേഷൻ കൗണ്ടർ കണ്ടിട്ടില്ലേ? ബോർഡിംഗ് പാസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് കയറി പോകാൻ പറ്റൂല. അവിടെ അങ്ങ് എത്തിയാൽ അവിടെ നിന്ന് രേഖകൾ ക്ലിയർ അല്ലെങ്കിൽ അതുകൊണ്ട് അവിടെ സ്റ്റോപ്പാണ്. അപ്പൊ പുതിയ സംവിധാനത്തിൽ അവിടെ ഒരു ഉദ്യോഗസ്ഥരും വേണ്ട, നമുക്ക് തന്നെ സ്വന്തം വിചാരിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ അടുത്ത് ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നവരുണ്ടെങ്കിൽ ഈ ഗേറ്റുകൾ, ഇലക്ട്രോണിക് ഗേറ്റ് എമിഗ്രേഷനുകൾ ഉണ്ടാവും. ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഇല്ല. ആദ്യം ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഗേറ്റ് തുറയും, അവിടെ അങ്ങോട്ട് കടന്നിട്ട് പിന്നീട് പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ അടുത്ത ഗേറ്റ് തുറയും, പിന്നീട് കണ്ണോ ഫിംഗറോ സ്കാൻ ചെയ്യുമ്പോൾ അവസാനത്തെ ഗേറ്റും തുറയും. നമുക്ക് തന്നെ തോന്നിപ്പോകും, ഞാനിപ്പോ ഒരു അന്യ രാജ്യത്ത് നിന്ന് എന്റെ നാട്ടിലേക്ക് പോരാ എത്ര ചെയ്താൽ മതിയോ, എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അനുഭവസ്ഥരി സദസ്സിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ അങ്ങോട്ട് പോകാൻ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു വേറെ ആരുമില്ല, പക്ഷെ നമ്മൾ വഴിമുടക്കുന്നില്ല ആരും, പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതാണ്
വിശുദ്ധ ഖുർആൻ ഇത് സുന്നത്തും ഇത് പല ഭാഷയിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും പോകാൻ ഞാനിപ്പോൾ ഉദ്ദേശിച്ചതല്ല. ഞാൻ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബോധ്യത്തോടെ നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ സമ്പാദ്യത്തിന്റെ ശുദ്ധീകരണം, നമ്മുടെ മനസ്സിന്റെ ഈ ഭൂമിയിലേക്ക് ആണ്ടുകൊണ്ടു പോകുന്ന ആ പ്രകൃതത്തിൽ നിന്നുള്ള ഒരു വിമോചനം, കൊടുക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു വിശാലത, എന്നിട്ട് അങ്ങനെ സമ്പത്തിന്റെ ശുദ്ധീകരണവും വളർച്ചയും സാധ്യമാക്കണം. ഇത് കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതോടെ നമ്മുടെ സമ്പത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണം സാധ്യമാകും. പക്ഷേ ഇത് വാങ്ങേണ്ടവർ വാങ്ങി അതുകൊണ്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴേ സക്കാത്തിന്റെ വളർച്ച എന്ന വശം ശരിയാവുള്ളൂ. ഒരു പാവപ്പെട്ടവരെ കൊടുത്താൽ അതുകൊണ്ട് തീരൂല. അവിടെയാണ് സംഘടിത പ്രവർത്തനങ്ങളുടെ പ്രസക്തി. ഷെയ്ഖ് സാഹിബ് ഇവിടെ നേരത്തെ പറഞ്ഞു, എന്റെ ഈ സംസാരത്തിലൂടെ ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത് നമ്മുടെ ഈ സക്കാത്ത് പദ്ധതികളുടെ, ഈ സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ പ്രഖ്യാപനമാണ് എന്ന് നേരത്തെ ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബ് പറയുകയുണ്ടായി. അതില് സ്വയം തൊഴിൽ പദ്ധതി പറഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ എത്ര പൈസ കൊടുത്താലും ആ പൈസ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെലവഴിച്ച് അത് കഴിയുമ്പോൾ അദ്ദേഹം പിന്നെയും മിസ്കീനോ ഫുക്രാവോ വാരിമീനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാവും. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഒരു ഉപകരണം കൊടുത്ത് അദ്ദേഹത്തെ സ്വയം പര്യാപ്തനാക്കാൻ നമുക്ക് കഴിയുമോ? അതിന് വലിയ സാധ്യതയുണ്ട്. സക്കാത്തിന്റെ സംസ്കാരത്തോട് അല്ലെങ്കിൽ പ്രകൃതത്തോട് എന്ന് പറയാം, സക്കാത്തിന്റെ പ്രകൃതത്തോട് ഏറ്റവും ചേരുന്നത് ഇത്തരം സംരംഭങ്ങൾ കൂടിയാണ് എന്ന് നമ്മൾ കാണണം. ഇത് മാത്രമാണെന്നല്ല, ഇത്തരം സംരംഭങ്ങൾ കൂടിയാണ്. അതിലിവിടെ വൈദ്യ സക്കാത്ത് കേരള ഇവിടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ അതിൽ ഫാമിംഗ്, കാർഷിക മേഖലയിൽ, അതുപോലെ ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ, അതുപോലെ ഉൽപാദന മേഖല, തൊഴിലുപകരണങ്ങൾ, നേരത്തെ ഓട്ടോറിക്ഷയെ സംബന്ധിച്ച് ഷെയ്ഖ് സാഹിബ് തന്നെ ഇവിടെ പറഞ്ഞു, തൊഴിലുപകരണങ്ങൾ, അതുപോലെ വാഹനങ്ങൾ, ചെറുകിട കച്ചവട സംരംഭങ്ങൾ, പിന്നെ പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് സംരംഭകത്വം, കമ്മ്യൂണിറ്റി എംപവർമെന്റിലെ തന്നെ ഈ സംരംഭകത്വം, അതുപോലെ ഇൻഫാക്കുമായി സഹകരിച്ചുകൊണ്ട് സ്ത്രീകൾക്കിടയിലുള്ള സ്ത്രീകളുടെ ശാക്തീകരണം ഉദ്ദേശിച്ചുകൊണ്ട് വിഭാവന ചെയ്തിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ, ഇതെല്ലാം ഒരുപോലെ വിജയിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ ഇത്തരം സംരംഭങ്ങൾക്ക് കാഴ്ചപ്പാടുള്ളവരും യോഗ്യരുമായ ആളുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകുന്നു. അങ്ങനെ മൊത്തം 332 പേർ ഇതിന്റെ ഗുണഭോക്താക്കളായി. ഏകദേശം 3 കോടി 12 ലക്ഷത്തിൽ ചില്ലാനം രൂപ ആ ഇനത്തിൽ മാത്രം ഈ ബൈത്ത് സക്കാത്ത് കേരള ഈ വർഷം ചെലവഴിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തീർച്ചയായും വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ്. സ്വയം തൊഴിൽ രംഗത്ത് 332 പേർക്കായിട്ട് 3.25 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർവഹിച്ച ഈ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ടവന് നമ്മളൊരു ഓട്ടോറിക്ഷ കൊടുത്താൽ, ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരാളാണ് അയാളെങ്കിൽ അതിന്റെ ഒക്കെ പിന്നാമ്പുറം പരിശോധിച്ച് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഫോളോ അപ്പിനും വരെ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ബൈത്ത് സക്കാത്ത് കേരള. അദ്ദേഹം ഷെയ്ഖ് സാഹിബ് നേരത്തോടെ പറഞ്ഞു, സ്റ്റേജിൽ നമ്മൾ ഇതിന്റെ ഗുണഭോക്താക്കളെ കയറ്റാലില്ല, അപ്പൊ പേപ്പറിൽ കൊടുക്കാറുമില്ല. അത്രയും കേരളത്തിൽ ഇപ്പത്തെ നമ്മളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇത് രണ്ടും കൂടി കേൾക്കുമ്പോൾ മൂന്നാമത്തെ നമുക്കാണ് മനസ്സിലായി പോകും. എന്താ അതിന്റെ അർത്ഥം? ഇത് ഗുണഭോക്താക്കൾക്ക് കിട്ടലുമില്ല. അങ്ങനത്തെ ഒരു മനസ്സിലാണ് നിർഭാഗ്യവശാൽ ഇപ്പൊ കേരളീയ സമൂഹമുള്ളത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്ന് പറഞ്ഞാൽ ആളെ സ്റ്റേജിൽ കൊണ്ടുവരണമില്ല, ഇവരുടെ ഡീറ്റെയിൽസ് പത്രത്തിൽ കൊടുക്കണമില്ല എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആള് മൂന്നാമത് കരുതുന്നത് ഇത് അതിന്റെ ആളുകൾക്ക് കിട്ടാറുമില്ല, അവരെ പോക്കറ്റ് തന്നെയാ പോണത്. നിങ്ങളറിയോ ബൈത്ത് സക്കാത്ത് കേരളയുടെ ആസികാലുക്കൾ എത്ര ഉണ്ടാവും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഇസ്ലാമുമായി, ജമാഅത്ത് ഇസ്ലാമിയോ ബൈത്ത് സക്കാത്തും അല്ല, ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒക്കെ അവരവരുടെ വളരെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ വില കുറഞ്ഞ ഹീനമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ചട്ടുകമാക്കി മാറ്റാം എന്നതിന്റെ വളരെ തരം താഴ്ന്ന ആവിഷ്കാരങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ബൈത്ത് സക്കാത്ത് കേരളയെ സംബന്ധിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ പരാതി പോയിട്ട് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഒരു ദിവസം ഒഴുക്കെ ഇരുന്നിട്ട് ഈ രേഖകളും കെട്ടുകളും കണക്കുകളും മൊത്തം ഇരുന്ന് പരിശോധിച്ച്, എന്നിട്ട് ഇതിൽ കാണുന്ന ആളുകളെ അവർ വിളിച്ചു. 1-2 ആളുകളല്ല, വിളിച്ചു നോക്കുമ്പോ എല്ലാം വളരെ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് മുമ്പ് ബൈത്ത് സക്കാത്ത് കേരളയെ സംബന്ധിച്ച് വിമർശനങ്ങൾ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പരിശോധിച്ചോ, രേഖകൾ ഇവിടെ ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അർഹരെ കണ്ടെത്തി ഇത് നൽകുന്നതോടൊപ്പം
എത്ര കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായും കാര്യക്ഷമമായും സൂക്ഷിക്കാൻ പറ്റുമോ മനുഷ്യ സാധ്യമായി അത്രയും കൃത്യതയോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. ഇങ്ങനത്തെ ഒരു സംരംഭം നമ്മുടെ കൺമുമ്പിൽ കൺവട്ടത്തുണ്ടായിട്ട് ആ സംരംഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടുകൾ നമുക്ക് കൺകുളിക്കെ കാണാൻ പറ്റിയിട്ട് നമ്മളുടെ ഒരു അടയാളപ്പെടുത്തലും അതിലില്ലാതെ വന്നു. അങ്ങനെയാണ് 10-60 കൊല്ലം ഈ ഭൂമുഖത്ത് ഞാൻ കഴിഞ്ഞുകൂടിയത് എന്ന് വരുന്നത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് സാമ്പത്തിക ശേഷിയുള്ളവർ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് കൂടി അവരുടെ സക്കാത്തിന്റെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് എന്തിനാണോ അള്ളാഹു യഥാർത്ഥത്തിൽ സക്കാത്ത് നമുക്ക് പരിചയപ്പെടുത്തിയത് ആ ഉദ്ദേശ്യം നേരത്തെ ഞാൻ പറഞ്ഞു, അത് സംസ്കരണമാണ്, അതോടൊപ്പം വളർച്ചയുമാണ്. ഇത് രണ്ടും നടക്കുന്നത് ഈ വ്യവസ്ഥാപിതമായ സംഘടിത സേവന വിതരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. മറ്റേത് നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോ പിന്നെ അയാളെ കാണുമ്പോൾ ഈ തലകെട്ടയച്ച് കക്ഷത്ത് വെക്കുന്ന ഒരു വിധേയത്വ മനസ്ഥിതിയുള്ള കുറെ ആളുകളെ അടിമ മനസ്ഥിതിയോടെ വളർത്തിയെടുത്തത് കൊണ്ട് ഒരു സമൂഹത്തിൽ ഒരു വളർച്ച ഉണ്ടാവില്ല. നേരെ മറിച്ച് കാഴ്ചപ്പാടുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ പദ്ധതികൾ സമർപ്പിച്ച് അവരുടെ മുമ്പിൽ പദ്ധതികൾ സമർപ്പിച്ച് സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് സംരംഭകരാക്കി അവരെ മാറ്റാൻ കാഴ്ചപ്പാട് നൽകുന്നു. അതോടൊപ്പം ഒരു ഫണ്ടിന്റെ ഒരു വിഹിതവും നൽകുന്നു എന്ന് പറയുമ്പോൾ അത് അഭിമാനബോധമുള്ള പൗരന്മാരെ ഉണ്ടാക്കും. ആ പണിയിലും കൂടിയാണ് വിത്ത് സക്കാത്ത് കേരള. വിശേഷിച്ച് നമ്മുടെ ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബായപ്പോ അദ്ദേഹത്തിന്റെ സഹജമായ ഒരു ചടുലത വിത്ത് സക്കാത്ത് കേരളയുടെ പ്രവർത്തനങ്ങൾക്കും ലഭ്യമായി എന്ന് സന്തോഷപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘകാലം ഇത്തരം സാമൂഹിക സേവന സംരംഭങ്ങളിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മാർഗത്തിലും നേതൃപരമായ പങ്കുവഹിക്കാനുള്ള ആയുരാരോഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു, ഈ 3.25 കോടി ഒരൊറ്റ വകുപ്പിൽ മാത്രം 10-12 കോടി രൂപ ഓരോ വർഷം ചെലവഴിച്ചതിൽ പിന്നെ 3.25 കോടി രൂപയോളം ഈ ഒരു ഇനത്തിൽ മാത്രം നീക്കിവെച്ചു എന്ന് പറയുമ്പോ അതൊക്കെ ഇനി വളർച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തിന്നുപോകുന്ന പണമല്ല സാധാരണ ഗതിയിട്ട്. എല്ലാം റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും അതിൽ നിന്ന് ഗണ്യമായ ഒരു വിഹിതം വളർച്ചയുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചാൽ അവർക്കും ഒരുപക്ഷെ ഭാവിയിൽ സക്കാത്ത് നൽകാൻ പറ്റുന്നവരായി മാറാം. അങ്ങനെയൊക്കെ തന്നെയാണ് മുതലാളിമാരുണ്ടായിട്ടുള്ളത്. അല്ലാതെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വലിയ ബാലൻസ് ഷീറ്റുമായിട്ട് ആരും ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സംരംഭത്തെ നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തിക ശേഷിയുള്ളവർ അങ്ങനെയെങ്കിൽ പങ്കാളിത്തം വഹിക്കണം. അതിന് സാധ്യമാകാത്ത ആളുകൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, ചെലവഴിക്കുക എന്ന ശീലം അവരവരുടെ അവസ്ഥക്കനുസരിച്ച് അവരോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ചെലവഴിക്കുക എന്ന ശീലം ഇസ്ലാമിന്റെ മൗലിക അടയാളമായിട്ടല്ല പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഞാൻ ആയത്ത് ഉദ്ധരിച്ചു, വിസ്തരിക്കാൻ സമയമില്ല. 3-ാമത്തെ കാര്യം, അവര് ഈ ബൈത്തുൽ സക്കാത്ത് കേരള പ്രതിനിധീകരിക്കുന്ന ഈ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ നെടുംതൂണായ ഈ സംരംഭത്തെ നെഞ്ചിലേറ്റുകയും അതിന്റെ വാഹകരായിട്ട് പ്രചാരകരായിട്ട് മാറുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാവരും ഈ സമൂഹത്തിൽ നിലകൊള്ളുമ്പോൾ ഈ നല്ല സംഘത്തെ ആരൊക്കെ എത്ര കണ്ട് ഭീകരവൽക്കരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ജനമനസ്സുകളിൽ ലേശാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നത് അതിന്റെ ഒരു പല റിസൾട്ടുകളിൽ ഒരു റിസൾട്ടായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംരംഭത്തിൽ, ഈ സക്കാത്ത് സംരംഭത്തിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട ഈ പദ്ധതികളൊക്കെ ഏതൊക്കെയോ ആളുകളുടെ പരിശ്രമങ്ങളുടെ കൂടി ഫലമാണ്. തീർച്ചയായിട്ടും സർവശക്തനായ നാഥ അവർക്കൊക്കെയും ഈ അർഹിക്കുന്നതിലധികം പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഈ സംരംഭത്തെ കൂടുതൽ കരുത്തോടെ നിന്റെ അടിയാറുകളുടെ വിഷമങ്ങൾ ദൂരീകരിക്കുന്നതിനും നീ നിന്റെ പ്രജകളിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ നിലവാരത്തിലേക്ക് നിന്റെ അടിയാറുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുമുള്ള ഞങ്ങളുടെ വിവിധങ്ങളായ പദ്ധതികളുടെ ഭാഗമായി ഈ സംരംഭത്തെയും നീ സ്വീകരിക്കണേ നാഥ. വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും പുറത്തിറങ്ങേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.